ശക്തി പ്രസംഗമെന്ന് ചരിത്രപരമായിട്ട് തന്റെ വാക്കുകളെ വിശേഷിപ്പിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം നടത്തിയ പ്രസംഗം അതിനകത്ത് വളരെ ചുരുക്കം വാക്കുകളിലാണ് പ്രധാനമന്ത്രി പറയുന്നത്. എന്റെ ഗ്യാരണ്ടിയിലാണ് ഞാനിത് പറയുന്നത്, ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെടുകയില്ല എന്നുള്ളത്. സ്വാഭാവികമായിട്ടും പ്രധാനമന്ത്രിയുടെ പ്രസംഗം അല്ലെങ്കിൽ പ്രധാനമന്ത്രി പറയുന്ന വാക്കുകൾ അതൊരു പ്രസംഗമാണ്, അതൊരു നിയമപരമായ ഉറപ്പല്ല എന്ന് താങ്കൾക്കും എനിക്കും പ്രധാനമന്ത്രിക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും വ്യക്തമായിട്ട് അറിയുന്ന കാര്യമാണ്. വലിയ തരത്തിലുള്ള ആശങ്കകൾ പറയുമ്പോൾ നേരത്തെ താങ്കൾ എന്തുകൊണ്ട് ഈ സമയം ഈ ടൈം ഫ്രെയിമിൽ ഇത് കൊണ്ടുവന്നു എന്നുള്ളതിന് അത് തമിഴ്നാട്ടിലെ വെസ്റ്റ് ബംഗാളിലെയും തെരഞ്ഞെടുപ്പ് എങ്ങനെയാണ് ബി.ജെ.പിയെ ബാധിക്കുക അല്ലെങ്കിൽ സ്വാധീനിക്കപ്പെടുക, ഗുണം ചെയ്യുക എന്ന് ചോദിച്ചു. പക്ഷേ ഈ ഒരു ആശങ്ക നിൽക്കുന്നു. ഇതാണ് പ്രധാനപ്പെട്ട ആശങ്ക. ഒരു പ്രൊട്ടക്ഷൻ ക്ലോസ് ബില്ലിൽ ഉൾപ്പെടുത്തും എന്നുള്ള ഒരു വാക്ക് പറയാം. അതല്ലെങ്കിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് ഞങ്ങളുടെ വോയിസ് കൊണ്ടുവരുമ്പോൾ ഞങ്ങളുടെ അധികാരം നഷ്ടപ്പെടുകയില്ല അല്ലെങ്കിൽ ഞങ്ങൾക്ക് കിട്ടാനുള്ളത് കിട്ടുകയില്ല എന്ന് ഉറപ്പുവരുത്തുന്ന ഒരു ക്ലോസ് അതിനകത്തുണ്ടാകും, അത് ബില്ലിനകത്തുണ്ടാകും എന്നൊരു കാര്യം പറഞ്ഞാൽ മതി. അത് അർജുൻ മെഹ്വാളിന്റെ ഭാഗത്തുനിന്നോ അമിത്ഷായുടെ ഭാഗത്തുനിന്നോ തേജസ്വി സൂര്യയുടെ ഭാഗത്തുനിന്നോ പ്രധാനമന്ത്രി വന്നപ്പോഴോ ആ തരത്തിലുള്ള ഒന്നും ഉണ്ടായില്ല. ഒറ്റ ഗ്യാരണ്ടി ഉണ്ട്, ഒരു വാക്കുമാണ് പറയുന്നത്. അത് ഈ നോട്ട് നിരോധന സമയത്ത് പുതിയ നോട്ടിനകത്ത് ചിപ്പ് ഉണ്ടാകുമെന്ന് പറയുന്ന തരത്തിലുള്ള ഒരു ഗ്യാരണ്ടി അല്ല എന്ന് എങ്ങനെയാണ് പ്രതിപക്ഷം കണക്കാക്കുക? ജനങ്ങൾ എങ്ങനെയാണ് കണക്കാക്കുക? മാം, ഞാൻ ആ ക്വസ്റ്റിന് ആൻസർ ചെയ്യാം. അത് വളരെ വ്യക്തമായിട്ട് ഞാൻ ആൻസർ ചെയ്യാം. മാഡം ചിലപ്പോൾ ശ്രദ്ധിച്ചു കാണത്തില്ല, കാരണം തിരക്കുണ്ട്. അമിത്ഷാ ഇന്ന് ഫ്ലോർ ഓഫ് ദി ഹൗസിൽ ലോക്സഭയിൽ 14 മിനിറ്റിന്റെ അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവെൻഷൻ ഉണ്ടായിരുന്നു. ആ 14 മിനിറ്റിൽ അമിത്ഷാ ഈ ബില്ലിന്റെ നാഥൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയുന്നത്, അദ്ദേഹം പറഞ്ഞത് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്, ഞാൻ മാഡത്തിനടുത്തും ഈ പ്രേക്ഷകരടുത്തും പറയുകയാണ്. അത് എന്താണ് പറഞ്ഞത്? ഒരു നറേറ്റീവ് സൃഷ്ടിക്കുന്നുണ്ട്, സൗത്ത് വേഴ്സസ് നോർത്ത് ഡിവൈഡ്. അപ്പൊ സൗത്ത് ഇന്ത്യയിലെ ഈ 4 സ്റ്റേറ്റ്സിൽ ഈ ബില്ല് വന്നു കഴിഞ്ഞാൽ അവിടെ റെപ്രസെന്റേഷൻ കുറയും. അദ്ദേഹം ഓരോ സ്റ്റേറ്റിന്റെയും എത്ര സീറ്റുകൾ ഇപ്പോൾ ഉണ്ട്, എത്ര പെർസെന്റേജ് ഇപ്പോൾ ഉണ്ട്, അത് മാറിക്കഴിഞ്ഞാൽ എത്ര വേണ്ടെന്ന് ഓരോ സ്റ്റേറ്റിന്റെയും പറഞ്ഞു. ഞാൻ 2 സ്റ്റേറ്റിനെ മാത്രം പറയാം, കാരണം നമുക്ക് അത്രയും സമയം കാണത്തില്ല. ഒന്ന് കേരളം അദ്ദേഹം പറഞ്ഞത് ഇപ്പം 20 സീറ്റാണുള്ളത്. ഇത് ഞാൻ പറഞ്ഞതല്ല, അമിത്ഷാ ഓൺ ദ ഫ്ലോർ ഓഫ് ദി ഹൗസ് പറഞ്ഞാണ്. ഈ 20 നിന്ന് ഇപ്പോഴത്തെ, അതായത് ഓവറോൾ കേരളം നോക്കുമ്പോൾ 3.68% ഉള്ളത്. അത് 30ലേക്ക് മാറും, അതായത് 50% ഇൻക്രീസ് ആകുമ്പോൾ 30ലേക്ക് മാറും. അത് അപ്പോഴേ എത്ര ആയിരിക്കും? 3.67%. തമിഴ്നാട് ഇപ്പൊ 49 സീറ്റാണുള്ളത്, അത് 7.18% ഓവറോൾ. അത് 59 ആവുമ്പം അത് 7.23%. ഇതേപോലെ തെലങ്കാന, കർണാടക, ആന്ധ്രാപ്രദേശ് എല്ലാത്തിലും പുള്ളി പറഞ്ഞു ഒരെണ്ണത്തിൽ പോലും കുറയുന്നില്ല. ഓവറോൾ 543 സീറ്റിൽ ഇപ്പോൾ സദർൺ സ്റ്റേറ്റ്സിൽ 129 സീറ്റ്സ് ആണുള്ളത്. അത് 23.76% ഇത് 816ലേക്ക് മാറുമ്പം 195 സീറ്റിലേക്ക് മാറും. അത് 23.97%. ഇത് അമിത്ഷാജി ഫ്ലോർ ഓഫ് ദി ഹൗസിൽ പറഞ്ഞതാണ്. അദ്ദേഹത്തിന് ചോദിച്ചു ഇത് ആരാണ്, എന്താണ്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ ആഭ്യന്തരമന്ത്രി, ഇതിന്റെ ഉത്തരവാദിത്വമായിട്ട് ഞാൻ പറയാണ് ഫ്ലോർ. 2 സംസ്ഥാനമാണ് താങ്കൾ പറഞ്ഞത്, കേരളവും തമിഴ്നാടും. അപ്പോൾ നമുക്ക് ആ അനുപാതത്തിൽ തന്നെ ആ അനുപാതത്തിൽ തന്നെ ഉത്തർപ്രദേശും രാജസ്ഥാനും മധ്യപ്രദേശും അടക്കമുള്ള കാര്യങ്ങൾ താങ്കൾ എടുക്കണം. താങ്കൾ ഈ നമ്പർ പറയുന്നുണ്ട്, പക്ഷേ 800 അപ്പുറത്തേക്ക് പോകുമ്പോൾ അത് എത്ര ശതമാനമുണ്ട് എന്നുള്ളതാണ്. 20-30 ആകുന്നുണ്ട്, പക്ഷേ 800 കടക്കുന്ന ഒരു പാർലമെന്റിൽ ഈ ശബ്ദത്തിന് എത്ര പ്രാധാന്യം ഉണ്ടാകും? ഇത് എത്ര വിഹിതം? താങ്കൾ സീറ്റുകളുടെ എണ്ണമാണ് പറയുന്നത്, താങ്കൾ വെയിറ്റേജിനെ കുറിച്ച് ഇപ്പോഴും പറയുന്നില്ല. ആത്യന്തികമായി വരുന്ന ആശങ്ക എന്ന് പറഞ്ഞാൽ ശരി, കേരളത്തിന് കൂടുന്നു, തമിഴ്നാട്ടിന് കൂടുന്നു, പക്ഷേ രാജ്യം മുഴുവനാണല്ലോ കൂടുന്നത്. 5 സംസ്ഥാനങ്ങൾ, 5 ബി.ജെ.പിക്ക് ശക്തമായി തുടർഭരണമുള്ള വേരോട്ടമുള്ള 5 സംസ്ഥാനങ്ങളിലെ മാത്രം വിജയം മതി പാർലമെന്റിൽ അധികാരം തുടരാൻ. അപ്പോൾ 28 സ്റ്റേറ്റുകളിൽ ഈ 5 എണ്ണം ഒഴിച്ചു കഴിഞ്ഞാൽ 23 സ്റ്റേറ്റുകളുടെയും ശബ്ദം രാഷ്ട്രീയമായി അസാധുവാകുന്നു. അതൊരു അസാധു വോട്ടിന്റെ മാത്രം പ്രസക്തിയിലേക്ക് ചുരുങ്ങുന്നു. അതാണ് ആശങ്ക. ശ്രീ വേണുവിന്റെ അടുത്ത് ഒരു ചോദ്യം ചോദിക്കട്ടെ. ശ്രീ വേണു എന്റെ അടുത്ത് ഈ ഒരു ചോദ്യത്തിലൂടെ പറയുകയാണ്, ഇനി ഒരു കാലത്തും ഈ 5 സംസ്ഥാനങ്ങൾ, ശ്രീ വേണു പറയുന്ന UP മറ്റുള്ള സംസ്ഥാനത്ത്, ഈ 5 സംസ്ഥാനത്ത് ഒരു കാലവും കോൺഗ്രസ്, മറ്റ് പാർട്ടീസ്, സമാജ്വാദി പാർട്ടി അങ്ങനൊന്നും ഒരു കാലത്തും ഇനി വരാൻ പോകുന്നില്ല എന്നാണോ ശ്രീ വേണു പറയാൻ പോകുന്നത്? അല്ല, അങ്ങനെയല്ലല്ലോ ഇപ്പൊ ഈ പറയുന്ന ജോഷി, ഞാൻ അതായത് ഈ ബി.ജെ.പി അതുവഴി ഉദ്ദേശിക്കുന്നത്, ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ചാണെങ്കിൽ 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2 ഭൂരിപക്ഷം ഉറപ്പാക്കാനുള്ള വഴിയാണ് ഇത് എന്നുള്ളതാണ്. അതിനുള്ള കളമൊരുക്കുകയാണ് സത്യത്തിൽ ബി.ജെ.പി ചെയ്യുന്നത്. അതായത് കേരള ഡിനി അടക്കം പറഞ്ഞല്ലോ, കേരളത്തിൽ 20-30 ആകും, തമിഴ്നാട്ടിൽ കൂടും, തെലങ്കാനയിൽ കൂടും, ആന്ധ്രാപ്രദേശിൽ കൂടും എന്ന് പറഞ്ഞല്ലോ. അങ്ങനെയെങ്കിൽ ഈ ഹിന്ദി ഹാർട്ട്ലാൻഡ് എന്ന് പറയുന്ന ഉത്തർപ്രദേശ് പോലുള്ള, ഗുജറാത്ത് പോലുള്ള ഈ സ്ഥലങ്ങളിൽ അവിടെ എത്ര സീറ്റ് കൂടും എന്നുള്ളത് നിങ്ങൾക്ക് പറയുന്നില്ലല്ലോ. അത് വ്യക്തമായി പറയാണ്. വീണ്ടും ഒറ്റ മിനിറ്റ് പ്ലീസ്, ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി പറയാണ്. 50% എല്ലാ സ്റ്റേറ്റ്സിനും കൂടും. അത് ഒരു സ്റ്റേറ്റിന് മാത്രം 50, മറ്റതിനകത്ത് 60 ഒന്നുമല്ല, എല്ലാ സ്റ്റേറ്റ്സിനും 50 കൂടും. ഈ 816 എന്നുള്ള പോലും 543 പ്ലസ് 2000 പ്രയോജനം